മാർക്കറ്റ് മുന്നേറാനും നിഫ്റ്റി 25,000 പോയിന്റ് കീഴടക്കാനും ഉള്ള സാധ്യതകൾ ഊന്നൽ നൽകുന്നതായിരുന്നു മെയ് 11 മുതൽ 15 വരെയുള്ള വ്യാപാര വാരം സംബന്ധിച്ച് ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിച്ച മാർക്കറ്റ് പ്രിവ്യൂ. ഫോക്കസ് ഓൺ ഫൈനാൻസ് മാത്രമല്ല, നിരീക്ഷകർ പൊതുവെ തന്നെ മാർക്കറ്റിൽ പ്രകടമായ പോസിറ്റീവ് ട്രെൻഡിനെ ആ നിലയ്ക്കാണ് വിലയിരുത്തിയത്. എന്നാൽ മെയ് 11, 12 തീയതികളിൽ മാർക്കറ്റിന്റെ പ്രകടനം ആ അനുമാനങ്ങളെ ഒക്കെ അപ്രസക്തമാക്കുന്ന നിലയിലായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. കഴിഞ്ഞ മാർക്കറ്റ് പ്രിവ്യൂവിൽ പ്രകടിപ്പിച്ച അനുമാനത്തിനുള്ള കാരണങ്ങൾക്കും അനുമാനം അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യം ആകാനുള്ള സാധ്യതയ്ക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. വിപണി മുന്നേറുക തന്നെ ചെയ്യും. നിഫ്റ്റി അടുത്തു തന്നെ 25,000 പോയിന്റ് കീഴടക്കുമെന്നും ഉറപ്പ്. ഇറാന്റെ സമാധാന നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയായിരുന്നു ഇടിവിന് ഒരു കാരണം. എന്നാൽ മാർക്കറ്റിനെ കൂടുതൽ ആഘാതം ഏൽപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴക്കിയ അപായമണിയാണ്. വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും സ്വർണം 1 വർഷത്തേക്ക് വാങ്ങരുതെന്നും മറ്റുമുള്ള മോദിയുടെ ഉപദേശം സന്തുഷ്ടത്തോടെ ആയിരുന്നെങ്കിലും ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുത്തത് രാജ്യം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആകുന്നുവെന്നാണ്. ഈ 2 കാരണങ്ങളും പക്ഷേ വിപണിയുടെ കെട്ടുറപ്പിന് വിള്ളലുണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് കാറ്റിൽ വൻമരങ്ങൾ ആടിയുലയുന്നത് പോലെ ട്രംപിന്റെയും മോദിയുടെയും പ്രസ്താവനകളുടെ പ്രത്യാഘാതം വിപണിയെ ഒന്ന് ഉലയ്ക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് വിപണി മുന്നേറുമെന്നും നിഫ്റ്റി അടുത്തു തന്നെ 25,000 കീഴടക്കും എന്നുമുള്ള പ്രതീക്ഷ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. അടുത്തു തന്നെ എന്നാൽ ഈ ആഴ്ചയെന്നോ അടുത്ത ആഴ്ചയെന്നോ അല്ല അർത്ഥമാക്കുന്നത്. അത് 3-4 ആഴ്ചകൾക്കകം എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇന്ധന വില വർധനയും രൂപയുടെ വിലയിടിവുമാണ് ഇപ്പോൾ മാർക്കറ്റിനെ പ്രധാനമായും അസ്വസ്ഥമാക്കുന്നത്. ഈ 2 കാരണങ്ങളുമാകട്ടെ താൽക്കാലിക പ്രശ്നങ്ങൾ മാത്രമാണ് താനും. വില വർധന ലീറ്ററിന് 3 രൂപ മാത്രമാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു മാർക്കറ്റിന്റെ ഊഹക്കണക്ക്. പോരെങ്കിൽ വില വർധന മാർക്കറ്റ് നേരത്തെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തതുമാണ്. വർധന അത്ര വലുതല്ലെന്ന് ബോധ്യപ്പെടാൻ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതിയാവും. US-ൽ 3 മാസത്തിനിടയിൽ ഗ്യാസിന് വില വർദ്ധിച്ചിരിക്കുന്നത് 45-50%. നാഷണൽ ആവറേജ് നോക്കിയാൽ മെയ് 13 വില ഗാലന് $4.5. സ്പെയിനിൽ വർധന 34%, ജപ്പാനിലും ഇറ്റലിയിലും ഇസ്രായേലിലും 30%, ജർമ്മനിയിൽ 27%, ബ്രിട്ടനിൽ 22%. ഇവയൊക്കെയായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ വിലവർധനയാകട്ടെ 4%-ത്തിൽ താഴെ മാത്രമാണ്. അതായത് വളരെ വളരെ നിസ്സാരം. ഇന്ധന വിലവർധനയും സ്വർണ്ണ ഇറക്കുമതിക്കുള്ള ഡ്യൂട്ടി വർധനയും വിദേശ നാണ്യ ചെലവിനെ നല്ലൊരു പരിധിവരെ പ്രതിരോധിക്കുകയും ചെയ്യും. അതാകട്ടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയേറെ ഗുണകരമാകും. രൂപയുടെ വിലയിടിവ് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട കാര്യമാണ്. രൂപയുടെ ഏറ്റവും ഒടുവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ് 96 നിലവാരം പിന്നിട്ടിരിക്കുന്നത് പോലും കണ്ടു. ഇത് റെക്കോർഡ് തകർച്ചയാണെന്ന് മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയ്ക്കും വിദേശ നാണ്യശേഖരത്തിനും വലിയ ആഘാതം ഏൽപ്പിക്കുന്നതുമാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട നിലവാരമൊന്നുമല്ല അത് എന്നും ബോധ്യമാകും. ഇടിവ് പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനേക നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുറപ്പ്. അനന്തമായി നീളുന്ന ഹോർമുസ് പ്രതിസന്ധി ലോകത്തിനാകെ തന്നെ തലവേദനയായതിനാൽ അതിന് വൈകാതെ തന്നെ പരിഹാരം ഉണ്ടാകുമെന്നും കരുതേണ്ടിയിരിക്കുന്നു. സംഘർഷത്തിലെ പ്രധാന കക്ഷികളിലൊന്ന് അമേരിക്ക തന്നെയാണല്ലോ. സംഘർഷം US-ന് കനത്ത ബാധ്യതയാണ് വരുത്തി വച്ചിരിക്കുന്നത്. സൈനിക ചെലവ് തന്നെ അതിഭീമമായ മട്ടിൽ മുന്നേറുകയാണ്. ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് US-ലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ 3.8% ആയി വർദ്ധിച്ചിരിക്കുന്നു. 3 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ നിരക്കാണിത്. ഇന്ധനത്തിനും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല മറ്റുൽപ്പന്നങ്ങളിലും വില വർധനയുണ്ട്. അതായത് ആകമാന വിലക്കയറ്റം തന്നെ. ഇന്ത്യയിലും ഇൻഫ്ലേഷൻ നിരക്ക് വർദ്ധിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നിവ സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക നില
മുന്നേറ്റ പാതയിൽ തുടരുകയും ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സാധ്യതകൾ സംബന്ധിച്ച് ഒട്ടും ആശങ്ക വേണ്ടെന്ന് ചുരുക്കം. പ്രൈസ് കറക്ഷൻ, ടൈം കറക്ഷൻ എന്നിവ രണ്ടും പൂർണ്ണമായതിനാലും വാല്യുവേഷൻസ് ആകർഷകമായതിനാലും മാർക്കറ്റിനെ മുന്നേറിയേ കഴിയൂ. അത് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമീപ ആഴ്ചകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഏർണിംഗ് സീസൺ ഏറെക്കുറെ അവസാനിക്കുകയാണ്. മോശമല്ലാത്ത പ്രകടനമാണ് കമ്പനികൾ കാഴ്ചവെച്ചത്. കേരളം ആസ്ഥാനമായ പല കമ്പനികളുടെയും പ്രവർത്തന ഫലം മുൻ പ്രിവ്യൂകളിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. മുത്തൂറ്റ് ഫൈനാൻസ്, അപ്പോളോ ടയേഴ്സ് എന്നിവയിൽ നിന്നുള്ള കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അവയും വലിയ നേട്ടങ്ങളുടേതാണ്. അതിനിടെ ലോകത്തെ ഏറ്റവും മികച്ച വാണിജ്യ ബാങ്കുകളുടെ പട്ടികയിൽ അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോബ്സ് കേരളത്തിൽ നിന്നുള്ള ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് എന്നിവയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ബാങ്കുകൾക്കും ലിസ്റ്റിൽ സ്ഥാനമുണ്ട്. ബാങ്കിംഗ് വ്യവസായത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്ന ചൂണ്ടുപലകയാണ് ഇത്. സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്നിവയുടെ ക്ലോസിംഗ് നിലവാരം, നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലെ സപ്പോർട്ട്, നിഫ്റ്റിക്ക് മറികടക്കേണ്ടി വന്നേക്കാവുന്ന റെസിസ്റ്റൻസ് റേഞ്ച് എന്നിവ ഇനി പരിശോധിക്കാം. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 75,237.99 നിലവാരത്തിലാണ്. നിഫ്റ്റി 50യുടെ ക്ലോസിംഗ് നിരക്ക് 23,643.50 ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തതാകട്ടെ 53,710.35 നിലവാരത്തിൽ. നിഫ്റ്റിക്ക് ഈ സാഹചര്യത്തിൽ ലഭിക്കാവുന്ന സപ്പോർട്ട് 23,350 പോയിന്റിനും 23,450 പോയിന്റിനും ഇടയിലാണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് റേഞ്ച് 24,200നും 24,250നും ഇടയിലായിരിക്കും. 23,800 പോയിന്റിന് മുകളിൽ സപ്പോർട്ട് നിലവാരം സുരക്ഷിതമാക്കിയാൽ മാത്രമേ നിഫ്റ്റിക്ക് കൂടുതൽ മുന്നേറ്റത്തിലുള്ള സുസ്ഥിരമായ ഒരു പാത തുറന്നു കിട്ടുകയുള്ളൂ എന്നോർക്കുക. അതുപോലെ തന്നെ 24,450 റെസിസ്റ്റൻസ് പിന്നിടാനും സാധ്യമാകണം. ചില റോഡുകളിൽ അപകട മുന്നറിയിപ്പ് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,800, 24,450 നിലവാരം 25,000 പോയിന്റ് കീഴടക്കാനുള്ള യാത്രയിലെ ആക്സിഡന്റ് പ്രോൺ ഏരിയ ആയിരിക്കുമെന്ന് ചുരുക്കം. ഇനി മെയ് 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ ഏതൊക്കെ എന്ന് നോക്കാം. മെയ് 18 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, JSW സിമന്റ്, JK പേപ്പർ, സൈഡസ് വെൽനസ്, GNFC അതായത് ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഓൺമൊബൈൽ ഗ്ലോബൽ, സുബ്രോസ് ലിമിറ്റഡ്, വിശാഖ ഇൻഡസ്ട്രീസ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നിവ ഫലം പ്രസിദ്ധീകരിക്കും. മെയ് 19 BEL അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, GSFC ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, കർണാടക ബാങ്ക്, കിർലോസ്കർ ഇൻഡസ്ട്രീസ്, അലംബിക് ലിമിറ്റഡ്, BASF ലിമിറ്റഡ്, ഓർപ്പൻ ലിമിറ്റഡ്, മാൻകൈൻഡ് ഫാർമ, PTC ഇന്ത്യ, സൈഡസ് ലൈഫ് സയൻസസ് എന്നിവയുടെ ഫലം അറിയാം. സൈഡസ് ലൈഫ് സയൻസസ് മെയ് 19 തന്നെ അതിന്റെ ബോർഡ് യോഗം ഷെയർ ബൈബാക്ക് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതായും അറിയിപ്പുണ്ട്. മെയ് 20 അപ്പോളോ ഹോസ്പിറ്റൽസ്, ബോഷ് ലിമിറ്റഡ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, സംവർദ്ധൻ മദേഴ്സൺ, ദെർസ്ഹാട്ട് എന്നിവയുടെ പ്രവർത്തന ഫല പ്രഖ്യാപനം. ITC ലിമിറ്റഡ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, അരബിന്ദോ ഫാർമ, ബിക്കാജി ഫുഡ്സ്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നിവ ഫലം പ്രഖ്യാപിക്കും. മെയ് 22 ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, TVS ഇലക്ട്രോണിക്സ്, സൺ ഫാർമ, TTK പ്രസ്റ്റീജ്, ഇൻഡിഗോ പെയിന്റ്സ് എന്നിവയുടെ ഫലപ്രഖ്യാപനം. ഈ കമ്പനികളിൽ പലതും ഈ തീയതികളിൽ ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്നതുമാണ്. ഇനി ഡിവിഡന്റിന് അർഹതയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ എന്ന് നിർണ്ണയിക്കുന്നതിന് വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് ഡേറ്റുകൾ ഏതൊക്കെ എന്ന് നോക്കാം. മെയ് 19 മെട്രോപോളിസ് ഹെൽത്ത് കെയർ, മെയ് 20 ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് അതായത് GE ഷിപ്പിംഗ് എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന കമ്പനി, മെയ് 21 GM ബ്രൂവറീസ് ലിമിറ്റഡ്. അടുത്തിടെയായി കൂടുതൽ കമ്പനികൾ ഷെയർ ബൈബാക്ക് പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരം 2 കമ്പനികൾ റെക്കോർഡ് ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 18 ഓൺവാർഡ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ
റെക്കോർഡ് ഡേറ്റ്. ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ് മെയ് 20 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു.